ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 80 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ വെള്ളത്തിൻ്റെ ചൂട് പോകുന്നത് വരെ കുതിർത്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നല്ല വലുതായി വന്നിട്ടുണ്ട്, വെള്ളം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞതിന് ശേഷം കൈകൊണ്ട് ഇത് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് മസാല തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. കുറച്ചധികം തന്നെ ഓയിൽ ഒഴിക്കണം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയും ചേർത്ത് ഈ ഒരു സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറുതായി ഒന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. തക്കാളി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ എരിവ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂണോളം ചേർത്തത്. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. നമ്മൾ സോയ ചങ്ക്സ് കുതിർത്ത് വെച്ച സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത ആ സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർക്കാം.
നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കസൂരി മേത്തി പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചിക്കൻ ഫ്രൈയിലൊക്കെ ചേർക്കുന്ന ഒരു കാര്യമാണിത്. ഇത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു പകുതി ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ചേർക്കാം. ഈ വെള്ളം ചേർന്ന് വേവിച്ചെടുക്കണം. ഇവിടെ വെള്ളം ചേർക്കുന്നത് ഗ്രേവിക്ക് വേണ്ടിയിട്ടല്ല, ഈ ഒരു മസാല സോയാ ചങ്ക്സിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മസാല പോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സോയാ ചങ്ക്സ് നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.